ഇന്നൊരു മോണ്ടിസോറി ടീച്ചിങ് കഥയായാലോ? അതെ, ഞാനൊരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ശരിക്കും എന്താണ് ഈ മോണ്ടിസോറി എന്നുള്ളത്? ഇറ്റലിയിലുള്ള ലേഡി ഡോക്ടറായ മരിയ മോണ്ടിസോറിയാണ് ഈ ഒരു ടീച്ചിങ് മെത്തേഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഒരു കുട്ടിയുടെ ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതായത് കുട്ടികൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ലേണിംഗ് മെത്തേഡ് തന്നെയാണ്. കാരണം ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ മെയിൻ റോൾ എന്ന് പറയുന്നത് ടീച്ചറിനാണ്. പക്ഷേ ഇവിടെ മെയിൻ റോള് വരുന്നത് കുട്ടികൾക്കാണ്. കുട്ടികൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത്. അവിടെ ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് മാത്രമാണ്. അതായത് കറക്ഷൻ വരുന്ന ടൈമിൽ ജസ്റ്റ് അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ലാതിരുന്ന ഒന്നായിരുന്നു മോണ്ടിസോറി എഡ്യൂക്കേഷൻ. പക്ഷേ ഇപ്പോൾ ഒത്തിരി കോഴ്സുകളും അതുപോലെ സ്കൂളുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടീച്ചിങ് മെത്തേഡ്. ഇതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയും കോൺഫിഡൻസും വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യവും. നമ്മളൊക്കെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിച്ചത് എത്രാം ക്ലാസ്സിലാണ്? ഒരു ഹൈസ്കൂളിൽ അല്ലേ? പക്ഷേ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ ഇതിൻ്റെ എല്ലാ ബേസിക്സും ആ ഒരു 3 വയസ്സിൽ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പഠിക്കുന്നുണ്ട്. മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാവുന്നതാണ്.